4 കുട്ടികൾ വേണമെന്ന് തീരുമാനിക്കുന്ന ബ്രാഹ്മണ ദമ്പതികൾക്ക് 1 ലക്ഷം രൂപ പാരിതോഷികം നൽകുമെന്ന് മധ്യപ്രദേശ് സർക്കാരിന് കീഴിലുള്ള ബോർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇൻഡോറിൽ നടന്ന ഒരു പൊതുപരിപാടിക്കിടെ പരശുറാം കല്യാൺ ബോർഡ് പ്രസിഡന്റ് പണ്ഡിറ്റ് വിഷ്ണു രജോറിയ ആണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയത്. സംസ്ഥാന ക്യാബിനറ്റ് മന്ത്രിയുടെ റാങ്കുള്ള വ്യക്തിയാണ് വിഷ്ണു രജോറിയ. സമൂഹത്തിൽ മതനിന്ദ നടത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നത് ആളുകൾ കുടുംബജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തതിനാലാണ് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. സ്വന്തം കുടുംബങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പലരും നിർത്തിയെന്നും പരമ്പരാഗത മൂല്യങ്ങൾ പാലിക്കാത്തവരുടെ ആളുകളുടെ എണ്ണം പ്രതിദിനം വർദ്ധിക്കുന്നത് ആശങ്കപ്പെടുത്തുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അനേകം യുവദമ്പതികൾ ഒരു കുട്ടിയുമായി സ്ഥിര താമസമാക്കുന്നു. അത് സമൂഹത്തിന്റെ ഭാവിക്ക് പ്രശ്നകരമാണെന്ന് താൻ വിശ്വസിക്കുന്നതായി രജോറിയ പറഞ്ഞു. എനിക്ക് യുവാക്കളിൽ നിന്ന് വലിയ പ്രതീക്ഷയുണ്ട്. മുതിർന്നവരിൽ നിന്ന് നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കാനുമാവില്ല. ശ്രദ്ധയോടെ കേൾക്കുക. ഭാവി തലമുറയുടെ സംരക്ഷണം നിങ്ങൾക്കാണ് എന്നാണ് രജോറിയ പറയുന്നത്. ചെറുപ്പക്കാരായ സ്ത്രീകൾ വിവാഹം കഴിഞ്ഞ് ഒരു കുട്ടിക്ക് ശേഷം പ്രസവം നിർത്തുകയാണ് എന്നും ഇത് വളരെ പ്രശ്നകരമാണ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. കുട്ടികൾ കുറഞ്ഞത് 4 എണ്ണമെങ്കിലും ഉണ്ടായിരിക്കണമെന്ന് താൻ അഭ്യർത്ഥിക്കുന്നതായും അദ്ദേഹം എടുത്തു പറഞ്ഞു. താൻ ബോർഡ് പ്രസിഡന്റ് ആയാലും ഇല്ലെങ്കിലും നേരത്തെ പ്രഖ്യാപിച്ച പാരിതോഷികം നൽകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകിയിട്ടുണ്ട്. വർദ്ധിച്ചു വരുന്ന വിദ്യാഭ്യാസ ചിലവിനെ കുറിച്ച് നിരവധി യുവാക്കൾ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും രജോറിയ സമ്മതിച്ചു. ഈ പ്രശ്നം എങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്യണമെന്നും പക്ഷേ കുട്ടികളെ പ്രസവിക്കുന്നതിൽ കാലതാമസം വരുത്തരുത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അല്ലാത്ത പക്ഷം മതഭ്രാന്തന്മാർ ഈ രാജ്യം പിടിച്ചെടുക്കുമെന്ന മുന്നറിയിപ്പും രജോറിയ നൽകി. അതേസമയം പറഞ്ഞത് തന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും സർക്കാർ പദ്ധതിയല്ലെന്നും രജോറിയ പിന്നീട് പറഞ്ഞതായും ശ്രദ്ധേയമായി. പലപ്പോഴും ഇത്തരം പ്രസ്താവനകൾ നടത്തി ശ്രദ്ധ പിടിച്ചുപറ്റുന്ന നേതാക്കൾ നിരവധിയാണ്. ചില പ്രസ്താവനകൾ വലിയ പ്രശ്നങ്ങൾക്കും വഴിയൊരുക്കാറുണ്ട്.